ഹായ് ഓൾ, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇറച്ചി ചോറാണ്. അതിനായി നമ്മളെന്തൊക്കെ ആദ്യം ബീഫ് എടുത്ത് മാറ്റി വെച്ച് അതിനകത്തേക്ക് പാകത്തുള്ള മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ശേഷം ഉള്ളി നല്ല ചെറുതായിട്ട് കുത്തി അരിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. അതിനകത്തേക്ക് പാകത്തിന് കറിവേപ്പില, അതുപോലെ മല്ലിച്ചപ്പ്, ഉപ്പ്, അതുപോലെ കറാമ്പട്ട, പൂവ് എല്ലാം കൊണ്ടിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ശേഷം അതിനകത്തേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ടൊമാറ്റോ കൂടെ ആഡ് ചെയ്ത് അതുപോലെ പച്ചമുളക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശേഷം നല്ല വാടി വരുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് എന്തൊക്കെ മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാല നമ്മൾ ഓൾറെഡി നേരത്തെ ബീഫിൽ ഇട്ടത് കൊണ്ട് തന്നെ കുറച്ച് ഇട്ടാൽ മതി. ഞാനിവിടെ ഒരുപാട് ആളുകൾക്ക് ഉള്ളത് കൊണ്ടാണ് കുറച്ച് അധികം ഇടുന്നത്. ഞാനെടുത്ത ക്വാണ്ടിറ്റി കൂടുതലാണ്. അതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ചെറിയൊരു ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ്, നമ്മൾ നേരത്തെ ഓൾറെഡി കുക്കറിൽ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ വേവിച്ച് വെച്ച ബീഫ് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാൻ പറ്റും. കുക്കറിൽ തന്നെ ഇതുപോലെ മസാല മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും, അല്ലാതെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ കുക്കറിൽ സ്പേസ് കുറവായതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒരുമിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ ബീഫ് നമുക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ ഇത് വഴറ്റി വെച്ച ഉള്ളിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ചെറുതായിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി, കാരണം ഓൾറെഡി നമ്മൾ വേവിച്ച ബീഫാണ്. അപ്പോൾ നന്നായിട്ട് ചെറുതായിട്ട് ഈ മസാലയും തക്കാളിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. ശേഷം അത് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളം അതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വെള്ളമാണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത്. വെള്ളം എടുക്കാൻ വേണ്ടി ബീഫ് നമുക്കൊന്ന് ഊറ്റി മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം സെപ്പറേറ്റ് എടുക്കാം. നമ്മൾ ബിരിയാണി വെക്കുന്ന പോലെ തന്നെയാണ് അരി എടുക്കേണ്ടത്. അരിക്ക് അതേപോലെ ഒരു കപ്പിന് 1.5 കപ്പ് രീതിയിലുള്ള വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ആ എടുക്കുന്ന വെള്ളം ഈ വെള്ളം കഴിച്ചതിന് ശേഷം ബാക്കി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഒരു 10 കപ്പ് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന അരി എത്രയാണോ അതിലേക്ക് ബാക്കിയുള്ള സാധാ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ആ വെള്ളത്തിൻ്റെ ലെവൽ ഒപ്പിക്കാം. ശേഷം അതിന് ശേഷം പാത്രത്തിലേക്ക് നമ്മൾ ചോറ് വയ്ക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കാം. എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് പട്ട, പൂവ്, കറിവേപ്പില, ഏലക്ക എന്നിവ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം അതിനകത്ത് മാറ്റി വെച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് നമ്മൾ സാധാ ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ അതിനകത്തേക്ക് അരി മിക്സ് കൊടുക്കാം. ഈ അരി മിക്സ് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ബീഫ് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ബീഫും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വെള്ളം ഇതിൽ അധികം എടുക്കുന്നതാണ് ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഈ ബീഫ് കൂടെ വരുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു വെള്ളം ഡ്രൈ ആയിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ചോറിൻ്റെ വേവിനനുസരിച്ച് വേവ് കുറവാണെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ കുറച്ച് വേവ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അത് ആവിയിൽ അടച്ചു വയ്ക്കാം. നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിനൂടെ നമുക്ക് സൈഡായിട്ട് ഒരു തക്കാളി സോസും കൂടെ ചെയ്യാൻ പറ്റും. തക്കാളി സോസ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ കറിവേപ്പില, ചെറിയ നാരങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് പേസ്റ്റ് രൂപത്തിലെടുക്കാം. ഇതിലധികം വെള്ളം വെക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു രീതിയിൽ വെള്ളം വെച്ചാൽ മതി. കാരണം അതിനകത്ത് തക്കാളി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ വെള്ളം അതിനകത്ത് കിട്ടും. അപ്പോൾ ഓരോ വെള്ളം വേണ്ട ആവശ്യമില്ല, നമുക്ക് നന്നായിട്ട് അത് ജ്യൂസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. ഈ ഒരു ചോറിന് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അതിനോട് തൈരും സവനപ്പൊടും ഉണ്ടെങ്കിൽ സംഗതി പറയാണ്ട് പൊളിക്കും. നമ്മൾ ചോറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, ഇറക്കി. അപ്പോൾ അത് കുളിച്ച് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഇറച്ചിയും കാര്യങ്ങളൊക്കെ നല്ല വെന്ത് നല്ല മിക്സ് ആയിട്ടുണ്ട്. നല്ലൊരു പാകത്തിന് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അന്നേരം ആ പാകത്തിന് അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനെടുത്ത് കഴിക്കാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സംഭവം സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പം പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.